എന്നോട് ഒന്ന് രണ്ട് പേര് വന്നപ്പോഴേ ചോദിച്ചു, യോ ഞങ്ങളെ പോയിക്കാനാണോ ഇന്നത്തെ തീരുമാനമെന്ന്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ തെറ്റാണെന്നല്ല ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ സമർത്ഥിക്കുന്നത്. കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരണം, മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അത് മാത്രമേ നമ്മൾ ഈ ഡിബേറ്റിലൂടെ ആഗ്രഹിക്കുന്നുള്ളൂ. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദാറ്റ്. ആ ഒരു ഇൻട്രഡക്ഷനോട് കൂടി ഞാൻ നറുക്കിടാനായിട്ട് രണ്ട് ടീംസിനെയും എൻ്റെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന രണ്ട് കാൻഡിഡേറ്റ്സിനെയും മുന്നോട്ട് ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. Can you please put 5 minutes on the screen? Okay, keep it. No, don't. ചോദിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളത്, അതുകൊണ്ടാണ്. അപ്പം what we will do after your question, we will start 5 minutes. രണ്ടാമത്തെ കാര്യം, 2 minutes ആകുമ്പോൾ can you flash the light for me? The 2 minutes is going to be red and white. When 30 seconds comes, that will be the second warning, red and white again. So you have about 30 seconds after that. Okay? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 5 മിനിറ്റാണ് രണ്ടുപേർക്കും. 3 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് 2 മിനിറ്റോട് ലെഫ്റ്റ് ഉള്ളപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റും റെഡ് ലൈറ്റും വരും. പിന്നെ ഒരു 30 സെക്കൻഡ് കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ അടിക്കും. അത് കഴിഞ്ഞാൽ 30 സെക്കൻഡ് കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്കും യു നീഡ് ടു റാപ്പ് ഇറ്റ് അപ്പ്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പിന്നെ 3 മിനിറ്റാണ്. രണ്ടാമത്തെ ചോദ്യം മുതൽ 9ാമത്തെ ചോദ്യം വരെ 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് മാത്രമേ യു വിൽ ഗെറ്റ് 5 മിനിറ്റ്സ്. കറക്റ്റ്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യന് 1 മിനിറ്റ് ആകുമ്പോൾ ഫ്ലാഷ് വരും, 30 സെക്കൻഡ് ആകുമ്പം എഗെയിൻ ഫ്ലാഷ് വരും. ഓക്കെ, ഐ ഇൻവൈറ്റ് മിസ്റ്റർ ബിജു തോണിക്കടവിൽ and Mr. Matthew Varghese to come forward and take the lot. ടീം പ്രോമിസിനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അപ്പോൾ മാത്യു വർഗീസാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അതിനുശേഷം അതേ ചോദ്യത്തിന് ഉത്തരം മിസ്റ്റർ ബിജു തോണിക്കടവിൽ ഉത്തരം നൽകുന്നതായിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചോദ്യം പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന മിസ്റ്റർ മാത്യു വർഗീസിനോടാണ്. 2026-28 കാലയളവിൽ ഫോമയ്ക്കായി താങ്കളുടെയും താങ്കളുടെ പാനലിൻ്റെയും ദർശനം എന്താണ്? അത് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഫോമയുടെ സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട ഫോമ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, 2026-28 കാലയളവിലേക്കുള്ള ടീം പ്രോമിസിൻ്റെ ദർശനം വളരെ വ്യക്തവും ശക്തവുമാണ്. അതായത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന 4 മൂല്യങ്ങൾ വിശ്വാസവും സത്യസന്ധതയും ഉത്തരവാദിത്വവും സുതാര്യതയും എന്നുള്ളതാണ്. ടീം പ്രോമിസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ 4 മൂല്യങ്ങളാണ്. തീർച്ചയായിട്ടും ഫോമയെ അതിൻ്റെ പരമാവധി വളർച്ചയിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെയും യുവജനങ്ങളെയും സ്ത്രീജനങ്ങളെയും അംഗസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോമയായിരിക്കണം അടുത്തു വരുന്ന 2 വർഷം ഞങ്ങൾ നയിക്കുവാൻ പോകുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ 6 പേരും ഈ ജനപതിയെ നേരിടുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്, വ്യക്തമായ കർമ്മപരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്ക് യൂത്ത് ഫെസ്റ്റിവൽ നടത്തി റീജിയണൽ തലത്തിലും നാഷണൽ തലത്തിലും യൂത്ത് ഫെസ്റ്റിവൽ നടത്തുകയും അതിൽ നിന്ന് വരുന്ന വിജയികൾക്ക് 2 വർഷം കഴിയുന്ന ഫോമയുടെ കൺവെൻഷനിൽ അവരുടെ പെർഫോമൻസ് നടത്തുവാൻ വേണ്ടിയുള്ള വേദി ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത കാലങ്ങളിൽ ഫോമയുടെ കൺവെൻഷനിൽ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ വന്നിട്ട് എന്ത് പരിപാടിക്കാണ് അവരെ വീക്ഷിക്കേണ്ടത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടീം പ്രോമിസ് വിജയിച്ചു വരികയാണെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബാങ്ക് നടത്തി അവർക്ക് അവിടെ പരസ്പരം അവരുടെ ബന്ധവും
ഫ്രണ്ട്ഷിപ്പും ഷെയർ ചെയ്യുവാനുള്ള അവസരങ്ങൾ ടീം പ്രോമിസ് ചെയ്തു കൊടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വുമൻസ് ഫോറത്തിന് അവരുടെ റീജിയണൽ കൺവെൻഷനും നാഷണൽ കൺവെൻഷനും നടത്തുകയും കുടുംബ സംഗമങ്ങൾ നടത്തുകയും സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തിയും കായിക മത്സരങ്ങൾ, വിവിധ സ്പോർട്സ് ടൂർണമെൻറ്റുകൾ ഞങ്ങൾ അമേരിക്കയിലെ വിവിധ സിറ്റികളിൽ നടത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ ഉൾപ്പെടുന്ന മയാമിയിലെ ടീം തുടങ്ങി വെച്ച വള്ളംകളി ഫോമയുടെ പേരിൽ മയാമിയിൽ നടത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂവെന്നും പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും നിർബന്ധമുള്ള ഒരു ടീമാണ് ഞങ്ങൾ 6 പേര്. ഞങ്ങൾ വളരെയധികം കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. വിദ്യാജ്യോതി സ്കോളർഷിപ്പാണത്. അതെന്താണെന്ന് ചോദിച്ചാൽ വെറും ഒരു സ്കോളർഷിപ്പ് അല്ല, അംഗസംഘടനകളെയും ഫോമയെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായിട്ടാണ് ഈ സ്കോളർഷിപ്പ് പ്രവർത്തിക്കുന്നത്. ഒരു അംഗസംഘടന അവരുടെ ഒരു മെമ്പറിന്, ഒരു കുട്ടിക്ക്, ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ അംഗസംഘടന കൊടുക്കുന്ന സംഖ്യ ഫോം മാച്ച് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ഫണ്ടാണ്. അതോടൊപ്പം തന്നെ അംഗസംഘടനകളെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഈ ഫോം ഇനി മുന്നോട്ട് പോകൂവെന്ന് ഉറച്ച വിശ്വാസമുള്ള 6 പേരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അംഗസംഘടനകളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഫോമ ആപ്പും ഫോമ ന്യൂസ് ലെറ്ററും സൂം മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട് ഫോമയുടെ എല്ലാ പ്രവർത്തനങ്ങളും അമേരിക്കയിലും കാനഡയിലെയും മലയാളികളിൽ എത്തിക്കുമെന്നും അംഗസംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും ഫോമയുടെ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ ഞാനും ഞങ്ങൾ 6 പേരും ചെയ്യുമെന്നും നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ ഫോമയെ അതിൻ്റെ വളർച്ചയുടെ ഉച്ചകോടിയിൽ എത്തിക്കുവാൻ ഞങ്ങൾ നിരവധി കർമ്മ പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെങ്കിൽ ഈ 6 പേരെയും നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മാത്രമേ നടക്കുകയൂ എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്കും എൻ്റെ ഈ ടീം അംഗങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് വളരെ താഴ്മയായി എളിമയോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഇതിന് അവസരം ഉണ്ടാക്കി തന്ന ഈ റീജിയന് ടീം പ്രോമിസിന്റെ പേരിൽ അതിന്റെ ലീഡർ എന്നുള്ള നിലയിൽ എല്ലാവിധ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Now I'm requesting Mr. Biju Thonikadavil, the president candidate for the team Voice of FOMA. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ മെട്രോ റീജിയനെ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിൽ RVPയോടും ഇവിടുത്തെ റീജിയനോടും അതുപോലെ അംഗ സംഘടനകളോടും ടീം വോയിസ് ഓഫ് ഫോമയ്ക്കുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ഫോമയുടെ വരുംകാല പ്രവർത്തനങ്ങൾ സത്യസന്ധമായും സുതാര്യമായും അടിവരയിട്ട് പറയട്ടെ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വിശ്വസനീയം വിധം എല്ലാവർക്കും സ്വീകാര്യമായ തലത്തിൽ സമഗ്രമായി നവീകരിച്ച് നടപ്പിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തന പരിചയമാണ്. ഫോമയുടെ വിവിധ കമ്മിറ്റികളിൽ, വിവിധ റീജിയനുകളുടെ വിവിധ കമ്മിറ്റികളിൽ, നാഷണൽ എക്സിക്യൂട്ടീവില് പ്രവർത്തിച്ച് പരിചയമുള്ളവര്, ഫോമയ്ക്ക് വേണ്ടി ധാരാളം സമയം ചെലവഴിച്ചിട്ടുള്ളവര്, സൂം മീറ്റുകളിലും മൊത്തമായി ധാരാളം സമയം ചെലവഴിച്ചിട്ടുള്ളവര്, ഫോമയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവര്, അങ്ങനെയുള്ളവരെ ഒരു ടീമാണിത്. ഞാനത് ഓർക്കുമ്പോൾ പറഞ്ഞു പോവുകയാണ്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ചെയ്ത ഒരു കാര്യത്തിന്റെ തുടർച്ച എന്ന പോലെ ഫോമ ഹെൽപ്പിംഗ് ഹാൻഡ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അതിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഫോമയിലേക്ക് നമ്മൾ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 1000 മെമ്പറെ ഹെൽപ്പിംഗ് ഹാൻഡ് ചേർത്തുകൊണ്ട് ഒരാളിൽ നിന്ന് ഒരു കേസിന് $3 മാത്രം കളക്ട് ചെയ്തുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് കേസ് വന്നാൽ അമേരിക്കയിലും കേരളത്തിലുമുള്ള നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ ഫോമയുമായി അടുക്കണം. നമ്മുടെ കുടുംബങ്ങൾ അടുക്കണമെങ്കിൽ നമ്മുടെ അസോസിയേഷനുകൾ ഫോമയുമായിട്ട് അടുക്കണം. നമ്മുടെ ഓരോ അംഗ സംഘടനകൾക്കും തോന്നണം, ഞാൻ ഫോമയുടെ ഒരു അംഗമാണ്, എനിക്കതിൽ അഭിമാനം കൊള്ളുന്നുണ്ട് എന്ന് തോന്നണമെങ്കിൽ അതിനു വേണ്ടിയ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. അത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇത് ഏത് ടീമായാലും ഞങ്ങളെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഓരോ വ്യക്തികളും ആത്മാർത്ഥമായി നമ്മൾ ഈ ഫോമയെ സ്നേഹിക്കണം.
നമ്മുടെ സമയം അതിന് ചെലവഴിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നു, എത്ര വനിതകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വനിതകളെ കൂടുതലായി കടന്നു വരുവാൻ നമ്മൾ അവസരമൊരുക്കണം, അതിനുള്ള പശ്ചാത്തലമൊരുക്കണം. അവർക്ക് വേണ്ടിയ അവരുടെ ഇഷ്ടങ്ങളെന്ന് മനസ്സിലാക്കി അത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ആ വനിതകൾ വരുമ്പോൾ അതിനെ അവർക്ക് പേടി കൂടാതെ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരുമ്പോൾ, ആ വനിതകൾ വരുമ്പോൾ നമ്മുടെ വനിതകൾ തമ്മിൽ സ്നേഹത്തിലാകുന്നു, അവർ കുശലങ്ങൾ പറയുന്നു, അവരിലൂടെ നമ്മുടെ കുട്ടികൾ ഫോമയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ്, ഫോമയിലെ പല സമുദായ സംഘടനകൾ ഇന്ന് കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്. അതിന്റെ മെയിൻ ഉദ്ദേശം അവരുടെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു പാർട്ണറെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിന് നമുക്ക് കുറെയെങ്കിലും പരിഹാരം തരുവാൻ സാധിക്കും. നമ്മുടെ വനിതകളും കുട്ടികളും നമ്മുടെ കുടുംബാംഗങ്ങളായി അംഗസംഘടനകൾ ഒന്നിച്ച് ഫോമയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ഫോമയുടെ ശക്തി സംഘടനകളാണ്, അതിലെ ഓരോ വ്യക്തികളാണ്. അതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ യുവജനങ്ങളുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടി ധാരാളം കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, മെൻസ് പ്രോഗ്രാമുകൾ, അതുപോലെ ധാരാളം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വീണ്ടും പറയുന്ന പരിചയം കൊണ്ട് അത് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യങ്ങൾ, അതിനേക്കാൾ ഉപരിയായി എടുത്തു പറയട്ടെ, നമ്മുടെ സീനിയർ സിറ്റിസൺസ്, നമ്മുടെ സീനിയേഴ്സിന് വേണ്ടി ധാരാളം പരിപാടികൾ, ഒരു 1 ഡേ സെമിനാറുകൾ, ഹെൽത്ത് അവയർനെസ് ക്ലാസ്സുകൾ, ഹെൽത്ത് നമ്മുടെ മെന്റൽ ആയിട്ടുള്ളതും മറ്റ് ഫിസിക്കലായിട്ടുള്ളതും അവയർനെസ് ക്ലാസ്സുകൾ, അത് കൊടുക്കുവാൻ പ്രാപ്തരായ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സ്, നേഴ്സസ്, ബിസിനസ്സുകാര്, IT പ്രൊഫഷണൽ, ഇവരെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ ഇടയിൽ ഏത് ആവശ്യം ആർക്ക് വന്നാലും അവരെ സഹായിക്കുവാൻ പറ്റുന്ന ഒരു ഫോമയായി, ഒരു അസോസിയേഷനായി, ഒരു റീജനായി ഈ സംഘടനയെ മുന്നോട്ട് നയിക്കണം, മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ആഗ്രഹത്തിന് ഞങ്ങൾക്ക് ബലമേകുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തന പരിചയം മാത്രമല്ല, സ്നേഹബന്ധമാണ്. ഇലക്ഷൻ വരുമ്പോൾ ഡെലിഗേറ്റിനെ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയി അസോസിയേഷൻ പ്രശ്നമുണ്ടാക്കി ഒരാളെ വിൽക്കുമെന്നല്ലാതെ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ടീം വോയിസ് ഓഫ് ഫോമ എന്ന പേരിൽ മത്സരിക്കുന്ന ഞങ്ങൾ 6 സുഹൃത്തുക്കളെയും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബിജു തോണിക്കടവിൽ ആൻഡ് മാത്യു വർഗീസ്. അടുത്ത ക്വസ്റ്റ്യന് ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന വോയിസ് ഓഫ് ഫോമയുടെ പോൾ പി ജോസിനോടാണ്. ഈ ക്വസ്റ്റ്യൻ മുതൽ 3 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ടുള്ളൂ. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാർണിംഗ് തരും. അതിനുശേഷം 1 മിനിറ്റ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ താങ്കളുടെ ടീമിലെ സ്ഥാനാർത്ഥികളെ ഡെലിഗേറ്റുകൾ തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ടാണ്? അടുത്ത 2 വർഷക്കാലം ഫോമയെ നയിക്കാൻ താങ്കളുടെ ടീമിനെ വ്യത്യസ്തമാക്കുന്ന ഗുണവിശേഷതകൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. ടീം വോയിസ് ഓഫ് ഫോമയുടെ ഉത്തരം വ്യക്തമാണ്. പ്രവൃത്തി പരിചയവും നവീകരണ ചിന്തകളും ചേർന്ന മികച്ച സന്തുലിതാവസ്ഥ, ഇത് പെർഫെക്റ്റ് ബ്ലെൻഡ്. ഞങ്ങൾ 6 പേരും ടീം വോയിസ് ഓഫ് ഫോമയുടെ പേരിൽ അണിനിരക്കുമ്പോൾ ഈ 3 എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സായിട്ട് ഞങ്ങൾ 3 പേര് നിൽക്കുന്നത്, ബിജു തോണിമൻ പ്രസിഡന്റായിട്ട് നിൽക്കുന്നു. അദ്ദേഹം 2 പ്രാവശ്യം നാഷണൽ എക്സിക്യൂട്ടീവിൽ വർക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം പ്രസിഡന്റായിട്ട് മുന്നോട്ട് വരുന്നു. ഞാൻ സെക്രട്ടറി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കറണ്ട് കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ട്രഷററായിട്ട് ശ്രീ പ്രദീപ് നായർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നാഷണൽ എക്സിക്യൂട്ടീവിൽ തന്നെ വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ട്രഷററായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം ബാക്കി 3 പേർ വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട സാമുവൽ മത്തായി, അദ്ദേഹം മുൻ നാഷണൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കറണ്ട് ലാംഗ്വേജ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന ഡോക്ടർ മഞ്ജു കറണ്ട് കമ്മിറ്റിയിലെ നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ തന്നെ വിമൻസ് ബോർഡിൽ ജോയിന്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ജോയിന്റ് ട്രഷറായിട്ട് മത്സരിക്കുന്ന ജോൺസൺ കണ്ണൂക്കാടൻ,
അദ്ദേഹം കറണ്ട് കമ്മിറ്റിയിൽ RVP ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ 6 പേരും നിങ്ങളുടെ മുന്നിൽ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ 6 പേരും ഈ നാഷണൽ കമ്മിറ്റിയിലെ ഈ ഫോമയുടെ ഓരോ ഹൃദയ സ്പന്ദനങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം, അതുപോലെ തന്നെ ജനങ്ങളുടെ വികാരങ്ങൾ തൊട്ടറിഞ്ഞ ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ നാഷണൽ കമ്മിറ്റിയിലേക്ക് എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയാം, ഫോമയെ സംബന്ധിച്ചോളം 100ഓളം വരുന്ന അംഗസംഘടനകളുള്ള ഒരു അംബർല ഓർഗനൈസേഷനാണ്. അപ്പോൾ എന്തെങ്കിലും പ്രവർത്തന പരിചയമില്ലാതെ ഇതിൻ്റെ പേരിൽ മുന്നോട്ട് വരിക എന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആർക്ക് വോട്ട് ചെയ്യണം, ആരെ ജയിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 6 പേരും പ്രവർത്തന പരിചയത്തിൻ്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ 6 പേരും മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ സഹായം, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഞങ്ങൾ 6 പേർക്കും ഈ ടീം വോയിസ് ഓഫ് ഫോമായി ഉണ്ടാകണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പോൾ പി ജോസ്. ദയവ് ചെയ്ത് നിങ്ങൾ കൈയടിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡിബേറ്റിൻ്റെ അവസാനം 2 പാനലിനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്കൊരു കൈയടി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് കൈയടിക്കാതിരിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് സഹകരിക്കുക. സോ now it's the turn of Anus Karia from Team Promise. Thank you, Mr. Joshua, sir. എൻ്റെ പ്രിയ സഹോദരൻ പോളേട്ടൻ പേപ്പറിൽ എഴുതി ഇങ്ങനെ വന്ന് ഉത്തരം പറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും എഴുതിക്കൊണ്ട് വന്നിനി. എന്നാൽ തന്നെയും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇന്ന് ഫോം എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇതുപോലൊക്കെ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് 1996-97 കാലഘട്ടങ്ങളിൽ ഹിൽസൈഡ് അവന്യൂവിൽ സിനർജി ടെക് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ കടയുണ്ടായിരുന്നു. ഞാൻ അന്ന് ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വരുമ്പോൾ അന്ന് ഒരു കമ്പ്യൂട്ടർ പോലും നമ്മുടെ മലയാളികൾക്ക് സുപരിചിതമല്ലാത്തൊരു സാഹചര്യം ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് 1996 മുതൽ 2026 വരെ ഞാൻ ഈ ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ പ്രോഫിറ്റ് സംഘടനയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൂടി ആയതുകൊണ്ട് തന്നെ എവിടെയാണ് നമ്മളുടെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നതെന്നുള്ളതിൽ ഏറ്റവും നമ്പർ 1 പാളിച്ച സംഭവിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് അംഗസംഘടനകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഓരോ സംഘടനകളുമായിട്ടും നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം. ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ സംഘടനകളുമായിട്ടും ഈ RVPമാരായിട്ട് നാഷണൽ കമ്മിറ്റിമാരായിട്ടുമുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും അത് ടെക്നോളജിക്കൽ രീതിയിൽ തന്നെ അവരിൽ എത്തിക്കുവാനെ കൊണ്ട് എനിക്ക് സാധിക്കും. അവരുമായിട്ടുള്ള പേഴ്സണൽ ബന്ധങ്ങൾ എനിക്ക് വിപുലീകരിക്കുവാനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ ഉദ്ധരിക്കുന്ന മാത്യു വർഗീസിൻ്റെ പാനലിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പ് തരാം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ സുതാര്യതയോടുകൂടിയും സത്യസന്ധതയോടും കൂടിയും എനിക്ക് ഈ സംഘടനയിൽ പ്രവർത്തിക്കാനെ കൊണ്ട് പറ്റും. അതിന് എനിക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള 6 പേരെയാണ് ഇന്ന് മാത്യു വർഗീസ് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്നാൽ ഒറ്റ കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു വിടുകയാണ്. എല്ലാ സംഘടനകളുമായിട്ടുള്ള ബന്ധത്തിൽ ഉപരിയായിട്ടുള്ളത് അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ അംഗസംഘടനകളിലുള്ള ആളുകളെ നമ്മളുടെ ഭാരവാഹിത്വത്തിൻ്റെ ഭാഗമായ കമ്മിറ്റികളിലേക്ക് അവരെ യോജിപ്പിച്ച് ചേർത്ത് അവരെ അതിൻ്റെ ഒരു പങ്കാളികളാക്കി മാറ്റി കഴിയുമ്പോൾ ആ സംഘടനയുള്ള ആളുകൾക്ക് ഫോമയുമായിട്ടുള്ള ബന്ധം വളരെ സ്പഷ്ടവും സ്ഫുടവുമായി മാറുമെന്നുള്ള ഉറപ്പ് എനിക്ക് ഉണ്ട്. അങ്ങനെ തന്നെ പ്രവർത്തിക്കുവാനെ കൊണ്ട് ഞാൻ മുൻപോട്ടിറങ്ങുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായിട്ട് ടീം പ്രോമിസിൻ്റെ ബിനോയ് തോമസ്, ട്രഷറായിട്ട് മത്സരിക്കുന്ന ബിനോയ് തോമസിനോടാണ് അടുത്ത ചോദ്യം. ധനകാര്യ സുതാര്യത എന്നും മലയാളി സാംസ്കാരിക സംഘടനകളുടെ ഒരു കീറാമുട്ടിയായ പ്രശ്നമാണ്. ഇത് കാലാകാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഫോമായിലും ഒരു പരിധിവരെ വന്നുപോയിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് ട്രഷറർ എന്ന നിലയിൽ നിങ്ങളും നിങ്ങളുടെ പാനലും വിഭാവനം ചെയ്യുന്നത്? താങ്ക് യു RVP ജോഷുവ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട്, ഇങ്ങനൊരു ഡിബേറ്റിൽ പങ്കെടുക്കുവാൻ. മെട്രോ റീജിയൻ
മെട്രോ റീജിയനിൽ ഇങ്ങനെ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുവാൻ വളരെ സന്തോഷമുണ്ട്. ഞാൻ 2020 to 2022 ഇവിടുത്തെ RVP ആയിരുന്നു. ആ RVP ആയിരുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് റീജിയനായിട്ട് ഫോമയിൽ ഈ റീജിയനെ ഉയർത്താനായിട്ട് എനിക്ക് സാധിച്ചു. നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് കാര്യങ്ങളും അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എനിക്ക് അത് ഉത്തമ വിശ്വാസമുണ്ട്. പിന്നെ ഈ ഫോമയിൽ ഇപ്പം ഇദ്ദേഹം ചോദിച്ചത്, ആ ചോദ്യം പരക്കെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കെങ്ങും ഞാൻ ഓടിപ്പോകുന്നില്ല. അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ജയിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ തരുന്ന ഓരോ ഡോളറും അത് അക്കൗണ്ടബിൾ ആയിരിക്കും. അത് വളരെ ട്രാൻസ്പെറൻസിയോട് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. ക്വാർട്ടർലി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് നിങ്ങളെ നാഷണൽ കമ്മിറ്റിയെയും എല്ലാ റീജിയനെയും എല്ലാ സംഘടനകളെയും ഞങ്ങൾ അറിയിക്കുന്നതാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കും. 4, 3, 7 എന്ന് ഒരു സംഖ്യ നമ്മൾ പ്രൊജക്ടറെ കാണിച്ചിട്ട് ഇതാണ് അക്കൗണ്ട് എന്ന് പറയുന്നതല്ല. വളരെ സുതാര്യമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ എത്തിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പൈസയാണ് അല്ലെങ്കിൽ ഡോളറാണ്. അത് നിങ്ങളിലേക്ക് വളരെ വിശ്വാസത്തോടും സത്യസന്ധതയോടും എത്തിക്കുന്നതാണ്. താങ്ക് യു. താങ്ക് യു ബിനോയ്. ഇപ്പോൾ വോയിസ് ഓഫ് ഫോമയുടെ ട്രഷറർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പ്രദീപ് നായർ. താങ്ക് യു ഓൾ. താങ്ക് യു മാത്യു ജോഷുവ. താങ്ക് യു മെട്രോ റീജിയൻ. ഇപ്പോൾ ഈ സദസ്സിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ടീം ബോയ്സിൻ്റെ ട്രഷറർ കാൻഡിഡേറ്റും നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഫോമയുടെ തുടക്കം മുതൽ 2008 മുതൽ 2026 വരെ എല്ലാ കമ്മിറ്റികളിലും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നു. എന്നെ ഏൽപ്പിക്കുന്ന ഓരോ ദൗത്യങ്ങളും 100% ചെയ്യാൻ പറ്റൂ. അതിന് ടൈമാണ് വേണ്ടത്. ടൈമില്ലാത്തവർ ഈ സംഘടന വരൽ. ഫാമിലി ടൈമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഒരു പൊസിഷന് വേണ്ടിയല്ല ഫോമ മുന്നോട്ട് പോകുന്നതും വളർത്തുന്നതും. ഈ വന്ന കാൻഡിഡേറ്റ് എല്ലാം ഈ പ്രവർത്തിച്ച 2008 മുതൽ 24 വരെയും ഭരിച്ചവരെല്ലാവരും സമയം കളഞ്ഞാണ് ഈ സംഘടനയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ 2020, 22 ഫോമയുടെ വൈസ് പ്രസിഡൻ്റ് ആകാൻ നിങ്ങൾ അവസരം തന്നു. നല്ല രീതിയിൽ ഞങ്ങൾക്കത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അതിൻ്റെ ട്രഷറായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത തോമസ് ട്യൂമൻ ചരിത്രത്തിൽ ആദ്യമായി ഫോമയ്ക്ക് $1.6 മില്യൺ ബഡ്ജറ്റിൽ $1 പോലും ദുർവിനിയോഗപ്പെടുത്താതെ നല്ലൊരു കണക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തോമസ് ട്യൂമന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം, ഈ ടീം വോയിസിനെ ഏൽപ്പിക്കുന്ന ദൗത്യം സുതാര്യതയും ട്രാൻസ്പെറൻസിയും ട്രസ്റ്റുമാണ്. അത് എന്നെക്കൊണ്ട് നിർവഹിക്കാൻ കഴിയും, ഞങ്ങളുടെ ടീമിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളെ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 2022-24 ഞങ്ങളുടെ ടീം വോയിസിൻ്റെ ക്യാപ്റ്റൻ, ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ബിജു തോണിക്കടവിൽ ട്രഷറായിരുന്നപ്പോൾ ഫോമയുടെ ചരിത്രത്തിൽ ആദ്യമായി 50,000+ $1 പോലും $1 പോലും നിങ്ങൾ തരുന്ന ഡോളർ ദുർവിനിയോഗം ചെയ്യാതെ ബാക്കി വെച്ചുകൊണ്ടിറങ്ങിയ ഒരു കമ്മിറ്റിയാണ് 2022-24. അതിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ഡോക്ടർ ജേക്കബ് തോമസ്. അതുപോലെ അവരുടെ കൂടെ പ്രവർത്തിച്ച ടീം എല്ലാവരും മെട്രോ റീജിയനിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ അഭിമാനം കൊള്ളുന്നതാണ് ഈ നിങ്ങളുടെ മുന്നിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞങ്ങളിൽ ഏൽപ്പിക്കുന്ന ഓരോ ദൗത്യവും, ഇനി ഞങ്ങൾ മുന്നോട്ടെടുക്കുന്ന ഓരോ ദൗത്യങ്ങളും നല്ലതിന് വേണ്ടി മാത്രമാണ്. ഈ ഫോമയെ വേറെ ലെവലിൽ എത്തിക്കാൻ ഈ ടീം വോയിസിന് കഴിയും. ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്, ഞങ്ങളെക്കൊണ്ട് പറ്റും ഇത് ചെയ്യാനെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 100% ഇവിടെ അടിയുറച്ചു പറയുകയാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഫോമയിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ഈ ക്വസ്റ്റ്യൻ എന്നോടുള്ള ക്വസ്റ്റ്യൻ അല്ല, എല്ലാം പറയാനുള്ളത്, മെമ്പർ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഫോമയില്ല. 100ൻ്റെ നിറവിൽ നിൽക്കുന്ന ഈ അസോസിയേഷന് അവർ തരുന്ന നിങ്ങൾ ഓരോ പണിയെടുത്ത് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയാണ് ഈ ഫോമയിൽ ഏൽപ്പിക്കുന്നത്. അതിന് താങ്ക് യു. സമയം ലിമിറ്റ് കഴിഞ്ഞു. എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരും വന്ന് ഞങ്ങൾ ഈ ടീം വോയിസിനെ ഏൽപ്പിക്കണമെന്ന്. താങ്ക് യു.
അടുത്തതായിട്ട് ദയവ് ചെയ്ത് കൈയടിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന വോയിസ് ഓഫ് ഫോമയിലെ സാമുവൽ മത്തായിയോടാണ്. പാനലിൻ്റെ അതിപ്രസരം ഈ കാലങ്ങളിലെ ഫോമ ഇലക്ഷൻ്റെ ഒരു ശാപമായി തീരുന്നു. അതുകൊണ്ട് തന്നെ കഴിവുള്ള പലരും ഒരു പാനലിൻ്റെ ഭാഗമല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ തള്ളപ്പെടുന്നു. ഇത് സംഘടനയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുന്നത്? താങ്ക് യു ജോഷുവ. ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫോമയുടെ വിവിധ നേതാക്കന്മാർ, മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ന്യൂയോർക്കിലെ വിവിധ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക, വ്യാവസായിക, പ്രൊഫഷണൽ മണ്ഡലങ്ങളിലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ പ്രതിഭാധനരായ നിങ്ങൾക്കെല്ലാവർക്കും ടീം വോയിസ് ഓഫ് ഫോമയുടെ നമസ്കാരം നേരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒരു ഗ്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം. സദാസമയം എണ്ണയിട്ട യന്ത്രം പോലെ ഫോമയിൽ കർമ്മനിരതനായ ശ്രീ ബിജു തോണിക്കടവിൽ തെരഞ്ഞെടുത്ത 6 പേരിൽ ഒരാളാണ് ഞാൻ. നിങ്ങൾ ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 6 പേരും പൊതുരംഗത്ത്, ചാരിറ്റി രംഗത്ത് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സസൂക്ഷ്മം വീക്ഷിക്കുവാൻ കഴിയും. 3000 രൂപയുടെ ചാരിറ്റി ചെയ്തിട്ട് 3 ലക്ഷം രൂപയുടെ പോസ്റ്റർ അടിക്കുന്ന ഒരാൾ പോലും ഇതിലില്ല. ഞാൻ 2010 തൊട്ട് ഫോമയുടെ വിവിധ കൺവെൻഷനുകളിൽ വരുന്നുണ്ട്. ആ കൺവെൻഷനുകളിൽ വരുമ്പോൾ എനിക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ കൺവെൻഷനിൽ വന്നിട്ടുള്ളൂ. ആരുടെയും യാതൊരു വിധമായ ആവശ്യങ്ങളോ അവർ പറയുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലോ പെടാതെ സത്യസന്ധമായി ഫോമയെ സ്നേഹിച്ചുകൊണ്ട് ഫോമയുടെ കൺവെൻഷനിൽ വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ഞാൻ ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ചെയ്ത ചാരിറ്റി ഫോമയിൽ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ടീം വോയിസ് ഓഫ് ഫോമ സന്നദ്ധമല്ല എന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ബ്ലെസ്സിങ്സും ടീം വോയിസ് ഓഫ് ഫോമയ്ക്ക് വോട്ടായി നൽകി ഞങ്ങളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ നേരുന്നു. God bless you all. Jai Foma. Thank you again. Thank you. Now, Johnson Joseph. Thank you, Matthew Josh. Thank you, Metro Region, all the members. ഈ ഒരു ചോദ്യം വളരെയധികം പ്രശസ്തമാണ്. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾ മത്സരിക്കുമ്പോൾ പരസ്പരം വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഒരു പാനലിൽ നമ്മളൊരു ഭാഗമാകുന്നത്. ആ പാനലിന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ട്. എങ്കിലും ഈ പാനലിലുള്ള അംഗങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ ആർക്കെങ്കിലും ഇതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഈ ഒരു എലക്ഷനോടുകൂടി ടീം പ്രോമിസ് തീരുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, ടീം ഫോമ. ആ ടീം ഫോമയിലായിരിക്കും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്നെ ഇവിടെ മിക്കവർക്കും തന്നെ അറിയാം. ഇന്ന് 15 അംഗസംഘടനകളുള്ളതും 116 ഡെലിഗേറ്റ് ഉള്ളതുമായ ഫോമയുടെ ഏറ്റവും വലിയ റീജനായ വെസ്റ്റേൺ റീജൻ, അതിലെ RVP ആണ് റീജിയണൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ 1.5 വർഷം വളരെയധികം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചത് തുടക്കത്തിൽ മാത്യു ജോഷ് പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണത്. നമുക്കൊക്കെ അറിയാം, ഒരു റീജിയണൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് 2 ദിവസം നീണ്ടു നിന്ന ലാസ് വേഗസിൽ വെച്ച് നടന്ന ഫോമയുടെ തന്നെ ഒരു മിനി കൺവെൻഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബിസിനസ് മീറ്റ് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. 325ഓളം അംഗങ്ങൾ പങ്കെടുത്ത ഫോമയുടെ ഈ ബിസിനസ് മീറ്റിൽ ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അംഗങ്ങളിൽ തന്നെ 20-ൽ പരം അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഫോമയുടെ വെസ്റ്റേൺ റീജിയന് പുറമെ മറ്റുള്ള എല്ലാ റീജിയനിലെയും അംഗങ്ങൾ തന്നെ അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം
നമ്മൾ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അതിന് മികച്ച സ്പോൺസർമാരിൽ നിന്നും നല്ലൊരു തുക തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുള്ളത്. ഈ പ്രവർത്തനം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വന്ന തുക മുഴുവനും നമ്മൾ വളരെ ചാരിറ്റിക്കാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോമയുടെ നാഷണൽ കൺവെൻഷനിലേക്കുള്ള രജിസ്ട്രേഷനിൽ വെസ്റ്റേൺ റീജിയനുള്ള അംഗങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അംഗസംഘടനകളോടും ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പലരോടും വിളിച്ച് നമ്മൾ നിർബന്ധിക്കുന്നതും ഫോമയെപ്പറ്റി പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇത്രയ്ക്ക് അംഗങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടീം പ്രോമിസിന് എല്ലാവിധ പിന്തുണയും നിങ്ങൾ നൽകി എല്ലാ അംഗങ്ങളെയും വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു എവരിവൺ. താങ്ക് യു ജോൺസൺ ജോസഫ്. ഒരു കാര്യം രണ്ട് പാനലിൻ്റെയും ശ്രദ്ധയിലോട്ട് പറയട്ടെ. നമ്മൾ ചോദിക്കുന്ന ഇങ്ങനൊരു ഡിബേറ്റ് നമ്മൾ നടത്തുന്നതിൻ്റെ തന്നെ കാരണം നമ്മൾ ചോദിക്കുന്ന ആളുകളുടെയും കൂടെ ഒരു ചോദ്യങ്ങളുടെ ഒരു പ്രതിധ്വനിയാണിത്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ദയവ് ചെയ്ത് മറുപടി പറയാനായിട്ട് രണ്ട് പാനലുകാരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകം കൊണ്ടുവരുന്നു. അടുത്തതായിട്ട് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന ടീം പ്രോമിസിലെ രേഷ്മ രഞ്ജനോടാണ് ചോദ്യം. വടക്കേ ദയവ് ചെയ്ത് കൈയടിക്കാതിരിക്കുക പ്ലീസ്. വടക്കേ അമേരിക്കയിലെ അംഗ സംഘടനകളിൽ നിന്നുള്ള യുവജനങ്ങളെയും കുടുംബങ്ങളെയും ആകർഷിക്കുവാനും അവരുടെ സജീവ പങ്കാളിത്തം ഉറപ്പിക്കാനും നിങ്ങൾ എന്തെല്ലാം പദ്ധതികളായിട്ടാണ് പാനലായിട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഗുഡ് ഈവനിങ് എവറിബഡി. നമ്മൾ ഇവിടെ ഈ ചൂടേറിയ ചർച്ച പോലെ തന്നെ പുറത്ത് നല്ല അസൽ സ്റ്റോം ബ്രൂ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് എന്നോട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണു. ഞാൻ ഒരു വുമൻസ് ഫോറം സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ കണ്ടതും മനസ്സിലാക്കിയതിൽ നിന്നുള്ള ഒരു കാര്യം, നമ്മളുടെ പാനൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്യാമ്പയിനിങ്ങിൽ ചർച്ച ചെയ്തിട്ടും അതിനൊരൊത്തായ ഒരു പ്ലാനും കൂടി ആയിട്ട് വന്ന ഒരു ടീമാണ് നമ്മുടേത്. സോ ഒരു ഫോമ കൺവെൻഷൻ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രം വന്ന് ഒരു എലക്ഷൻ മാത്രമായിട്ട് മാറാതെ ഇതിൽ യൂത്തിനെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തി ഇതിനെ ഒരു ഫാമിലി കമ്മ്യൂണിറ്റി ആക്കിയാൽ മാത്രമേ നമുക്ക് ഫോമേനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു സ്റ്റാഗ്നൻറ്റ് ഗ്രോത്ത് ആയിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂത്തിനെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് പ്ലാനുകൾ ചെയ്തു. അതും എസ്പെഷ്യലി അമേരിക്കൻ ക്രൗഡിൽ നമ്മൾ അമേരിക്കയിലും കാനഡയിലും ഉള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒപ്പം എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള പ്രോജക്റ്റുകളാണ്. അതിലത്തെ മേജർ വൺ നമ്മൾ ഓൾറെഡി പ്രോമിസ് 1 എന്നുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. വിദ്യാജ്യോതി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കുട്ടികൾക്ക് ഹൈസ്കൂൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരുടെ അസോസിയേഷൻ കൊടുക്കുന്ന സ്കോളർഷിപ്പിനെ മാച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ പാനൽ ജയിച്ചു വരികയാണെങ്കിൽ വി വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഇമ്മീഡിയറ്റ്ലി ടു മേക്ക് ദാറ്റ് ഹാപ്പൻ. അടുത്ത സെക്കൻഡ് പ്രോമിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്യാൻസർ അവയർനെസ്സിനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് MV പിള്ള സാറുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സാറുടെ ഗൈഡൻസോട് കൂടി എഗെയിൻ ഈ ഒരു അവയർനെസ്സും കാര്യങ്ങളും നമ്മളുടെ ഇടയിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിലും എഡ്യൂക്കേഷണൽ വൈസ് ആണെങ്കിലും എല്ലാവരെയും അറിയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു എത്നിക് ഗ്രൂപ്പ് എന്ന നിലയിൽ ഫോമ ഇനി വളർച്ചകൾ കാണും എന്നുള്ള ഉറപ്പ് തരുന്നു. മൂന്നാമത്തെ പ്രോമിസ് നമ്മൾ ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ഇൻ ഓസ്റ്റിനും നാട്ടിലുള്ള കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് മലയാളം ആൻഡ് കേരള സ്റ്റഡീസുമായിട്ട് നമുക്ക് ഒരു മുന്നോട്ടൊരു MOU സൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. ഇതേപോലെ ഹെൽത്ത് റിലേറ്റഡ് എഡ്യൂക്കേഷൻ വൈസ് എല്ലാവരും എൻ്റർടൈനും കൾച്ചർ വഴിയും എല്ലാവർക്കും ഒപ്പം ഗ്രോ ചെയ്യാനും എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന ഒരു ടീമാണ്. ഇത് വെറും ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടായിരുന്നില്ല ഒരു വർഷം. നേരെ മറിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫോമയ്ക്ക് ഫ്രഷായിട്ട് ന്യൂ ഐഡിയാസ് എന്ത് കൊണ്ടുവരാം എന്ന് അറിഞ്ഞു വന്നൊരു ടീമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു പുതുമ എല്ലാവരും ആഗ്രഹിക്കുന്നു. ആ പുതുമയും തരുന്ന വാക്കുകൾ പാലിക്കും എന്നുള്ള ഉറപ്പുള്ള ഒരു ടീം തന്നെയാണ് ടീം പ്രോമിസ്. അതിൽ എന്നെ വിശ്വസിക്കാം. പ്ലീസ് സപ്പോർട്ട് ആൻഡ് ബ്ലെസ് us with your votes. Thank you so much. താങ്ക് യു രേഷ്മ. ദയവേത് കൈയടിക്കാതിരിക്കുക പ്ലീസ്. അടുത്തതായിട്ട് ഡോക്ടർ മഞ്ജു പിള്ളൈ. ഹലോ, എൻ്റെ പേര് മഞ്ജു പിള്ളൈ.
ഞാൻ ഒരു പ്രാക്ടീസിങ് ഫാമിലി ഫിസിഷ്യനാണ്. ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മുടെ ഫോമയിൽ ന്യൂ കിഡ്സും അതുപോലെ തന്നെ വിമനും അധികം വരാത്തതെന്നത്. വൺ തിങ് ഈസ് ഞാനിപ്പം ഫോമയിൽ വിമൻസ് ഫോറത്തിൽ ജോയിൻറ്റ് ട്രഷറായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് ഐ സീ ഈസ് ദർ ഈസ് നോട്ട് ഇനഫ് പീപ്പിൾ കമ്മിങ് ടു ഫോമ. നമ്മുടെ മെമ്പേഴ്സ് അസോസിയേഷനുമായിട്ട് വി ഡോണ്ട് ഹാവ് ഗുഡ് കണക്ഷൻ. അതാണ് ഫസ്റ്റ് തിങ് വി ഹാവ് ടു ചേഞ്ച്. അത് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വി ആർ ഗോയിങ് ടു ചേഞ്ച് ദാറ്റ്. സോ മോർ കിഡ്സ് ആൻഡ് വിമൻ വിൽ ജോയിൻ ഇഫ് യു ഹാവ് എ ഗുഡ് കണക്ഷൻ വിത്ത് ദ മെമ്പർ അസോസിയേഷൻ. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഐ വോണ്ട് ടു ഡു എ ലോട്ട് ഓഫ് ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് ബിക്കോസ് ഐ എം എ ഫിസിഷ്യൻ. ഐ ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ പ്രസിഡൻറ്റും ബാക്കി എല്ലാവരും പറഞ്ഞു. ബട്ട് ഐ വോണ്ട് ടു ഡു ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് ദാറ്റ് വേ ലോട്ട് ഓഫ് വിമൻ അതുപോലെ തന്നെ യൂത്തും നമ്മുടെ ഇതിലോട്ട് കടന്നു വരും. ഐ വോണ്ട് ടു നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ. ഐ എം ഗോയിങ് ടു ടെൽ യു. നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ മെട്രോയുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ. സോ ഐ വോണ്ട് ടു ടെൽ യു ഗൈസ് വാട്ട് ഐ ആം പ്ലാനിങ് ടു ഡു ഫോർ യു ആൾ. ഫസ്റ്റ് തിങ്, ആസ് എ ഫിസിഷ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ഫോമയിൽ ഐ എം പ്ലാനിങ് ടു ബ്രിങ് എ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ആൻഡ് പ്ലാനിങ് ടു ഫൈൻഡ് ഫോറം വേർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കാനായിട്ട് ഇൻഫോർമലായിട്ട് ഒരു കൺസൾട്ടേഷന് വേണ്ടി യു ക്യാൻ കോൾ അസ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ഐ വോണ്ട് ടു ഡു. സെക്കൻഡ് തിങ് ഈസ് ഐ വോണ്ട് ടു ക്രിയേറ്റ് എ ഹെൽത്ത് കെയർ ഫോറം ഇൻ ഫോമ. എന്ന് വെച്ചാൽ എല്ലാ തലത്തിൽ നിന്നും വരുന്ന പ്രൊവൈഡേഴ്സ്, ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ്, ഫിസിക്കൽ തെറപ്പിസ്റ്റ് എല്ലാവരെയും കൊണ്ടുള്ള ഒരു health forum where we can, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, you always see that young men dying of heart attack, and it's not because they don't have health insurance, it's only because they are not educated or they were not aware of and have poor lifestyle. അതൊക്കെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ഫോമിൽ ഒരു ന്യൂസ് ലെറ്റർ അയക്കുകയോ ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഐ വോണ്ട് ടു ഡു ദാറ്റ്. മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കൽ സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ പ്രീമെഡ് ചെയ്യുന്ന കുട്ടികൾക്കൊന്ന് ഷാഡോ ചെയ്യാനായിട്ട് we should make sure that the kids have the opportunity. I will make sure all the doctors around the US are willing to do it. Volunteering help ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം RCCയിൽ നമ്മുടെ ചേട്ടൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡോക്ടർ MVK പിള്ള. So that doctor is going to take some initiative to help cancer രോഗിച്ച ബാധികൾ. I am going to take an initiative to help them. ഇവിടെ ഉള്ള ക്യാൻസർ രോഗികളെയും ഹെൽപ്പ് ചെയ്യാൻ I am going to take an initiative. Again, നിങ്ങളെ എല്ലാവരുടെയും നിർത്തിയാണ്. താങ്ക് യു സോ മച്ച്. ദയവ് ചെയ്ത് രണ്ട് പാനലിനോടും വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്ലീസ് ട്രൈ ടു സ്റ്റിക്ക് ഓൺ ദ ക്വസ്റ്റ്യൻ. ദയവ് ചെയ്ത് രണ്ട് പാനലുകാരും അത് ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. അടുത്തതായിട്ട് ജോയിൻറ്റ് ട്രഷറായിട്ട് മത്സരിക്കുന്ന ജോൺസൺ കണ്ണൂക്കാടൻ, വോയിസ് ഓഫ് ഫോമയുടെ ജോൺസൺ കണ്ണൂക്കാടനോടാണ് ചോദ്യം ഇപ്രകാരമാണ്. നമ്മൾ കേരളത്തിൽ 2008 ഫോം ചെയ്തപ്പോൾ മുതൽ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയും നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ സെക്കൻഡ് ജെൻ അല്ലെങ്കിൽ തേർഡ് ജനറേഷനിലുള്ള പുത്തൻ തലമുറയെ ഫോമയിലേക്ക് നമുക്ക് ആകർഷിക്കണമെങ്കിൽ അമേരിക്കയിലും അതുപോലെ തന്നെയുള്ള ജീവകാരുണ്യ, വിദ്യാഭ്യാസ, മാനവിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ആ ഒരു നിലയിലോട്ട് കേരളത്തിൽ വേണ്ടെന്നല്ല പറയുന്നത്, കേരളത്തിൽ നടത്തുന്നത് പോലെ തന്നെ സമാന്തരമായിട്ട് അമേരിക്കയിലും ഇപ്രകാരമുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖല തുടങ്ങേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് നിങ്ങളുടെ പാനലിൻ്റെ ഒരു ദർശനം ഈ ഒരു വിഷയത്തെക്കുറിച്ച്? 3 മിനിറ്റ്. ജോൺസൺ കണ്ണൂക്കാടൻ. താങ്ക് യു ജോഷുവ. മെട്രോ റീജിയനിലെ എല്ലാ അനുഭാവികൾക്കും, ഫോമയുടെ അനുഭാവികൾക്കും എൻ്റെ നമസ്കാരം. ഇതൊരു നല്ല ചോദ്യമായിട്ട് എനിക്ക് തന്നെ തോന്നിയായിരുന്നു. കാരണം ഞാനിത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഹെൽപ്പിംഗ് ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ പ്രേയിങ് ഹാൻഡ്സ് എന്നാണ് എൻ്റെ ഒരു മോട്ടോ. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ ഷിക്കാഗോയിലുള്ള സെൻട്രൽ റീജിയൻ്റെ RVP ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അവിടെ ഞാൻ ഷിക്കാഗോ മലയാളി അസോസിയേഷനിൽ നിന്നും തുടങ്ങിയതാണ്
ഷിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. 31 വീടുകൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടിന്യൂവേഷൻ ഈ 20 കൊല്ലം എത്തുന്ന ഈ സമയത്ത് 20 വീടുകൾ വെച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ടീം വോയിസ് ഓഫ് ഫോമ ചെയ്യാൻ പോകുന്നത് നാട്ടിൽ. അതുപോലെ തന്നെ ഇവിടെയും അമേരിക്കയിലും ഞങ്ങൾ പല വിധത്തിലുള്ള ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള ഒത്തിരി ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവരിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുകയും ഇവിടെയും ഹെൽപ്പിംഗ് ഹാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഊർജ്ജപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും. ഇവിടെയുള്ള ലോ ഇൻകം പീപ്പിളെയും ഇവിടെയുള്ള സിക്കായിട്ടുള്ള ഒത്തിരി പേരെയുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ സാമ്പത്തികമായി ഞങ്ങൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോരാത്തതിന് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ഇതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മൾ എവിടെ നിന്നെങ്കിലും ഫണ്ടുകൾ ശേഖരിച്ച് എല്ലാ റീജിയനുകളെയും ഉൾപ്പെടുത്തി ആ റീജിയനുകളിലെല്ലാം കമ്മ്യൂണിക്കേഷൻ നല്ല വ്യാപകമാക്കിയിട്ട് അവരുടെയൊക്കെ ഒരു അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും അവരെ വേണ്ടുപോലും നമുക്ക് ഈ ചാരിറ്റിയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ചാരിറ്റി ഫണ്ട് ഊർജിതമാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ. അപ്പം പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഇതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾ ടീം വോയിസ് ഓഫ് ഫോമയെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെയുള്ള നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെയും നാട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നൗ ടീം പ്രോമിസിൻ്റെ ജോയിൻറ്റ് ട്രഷറായിട്ട് മത്സരിക്കുന്ന ടിറ്റോ ജോൺ. Thank you, Matthew Joshua. The future of Forma is not waiting outside the door. It's in our home. We just have to invite to our table. 22ാമത്തെ വയസ്സിൽ 2009 ഫോമയോടൊപ്പം യാത്ര തുടങ്ങിയ ഈ രണ്ടാം തലമുറയിലുള്ള ഞാൻ ഇന്ന് എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ മഹാരഥന്മാരായ മുൻ പ്രസിഡന്റുമാർക്ക് അവർ കാണിച്ചു തന്ന വഴികളാണ് ഇന്ന് 39ാമത്തെ വയസ്സിൽ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കാനുള്ള ആർജവം തന്നത്. അതുപോലെ തന്നെയാണ് യൂത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് വള്ളംകളി, സ്പോർട്സ് ആക്ടിവിറ്റീസാണ് ഏറ്റവും കൂടുതൽ യൂത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. മയാമിയിലൊരു വള്ളംകളി, മറ്റ് റീജിയനുകളിലുള്ള വോളിബോൾ ആകട്ടെ, ക്രിക്കറ്റ് ആകട്ടെ, അങ്ങനെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഞങ്ങളുടെ ടീം പ്രോമിസ് ഡെഫിനറ്റായിട്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് റീജിയണൽ തലത്തിൽ അത് കോർഡിനേറ്റ് ചെയ്ത് ഫോമയുടെ നാഷണൽ ലെവലിൽ തന്നെ അത് നടത്താൻ ഉള്ള എല്ലാ പദ്ധതികളുമാണ് ഞങ്ങൾ ടീം പ്രോമിസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 2, ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ എല്ലാ കുട്ടികളാണെങ്കിലും സെക്കൻഡ് ജനറേഷൻ വരുന്നത് മെഡിക്കൽ പ്രൊഫഷണലാകട്ടെ, അറ്റോർണിമാരാകട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, അവരുടെയൊക്കെ ഒരു കരിയർ ഗൈഡൻസ്, എങ്ങനെ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്, ഏത് കരിയറിൽ തിരഞ്ഞെടുക്കണം, ഒരു കരിയർ ഗൈഡൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന യങ് യൂത്തിനെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു പാനൽ ഉണ്ടാക്കി ടീം പ്രോമിസ് ഡെഫിനറ്റായിട്ട് അതിനൊരു ഓപ്പൺ ഫോറം കൊണ്ടുവരികയും യൂത്തിന് ഓപ്പണായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫ്ലോർ ആയിരിക്കും അത് ടീം പ്രോമിസിൻ്റെ വകയായിട്ട്. അങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങളാണ് മാത്യു വർഗീസിൻ്റെ പാനലിൽ ടീം പ്രോമിസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ വീണ്ടും ട്രഷാറിനോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോവുകയാണ്. ബിനോയ് തോമസ്, ഫോമയുടെ കേരള കൺവെൻഷനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഈയിടെയായി ഉയർന്നു വരുന്നുണ്ട്. അതിനർത്ഥമില്ല ഇപ്പോൾ നടക്കുന്ന ഫോമ കേരള കൺവെൻഷൻ ഒരു മോശമായ രീതിയിലാണ് നടക്കുന്നതെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. കാലാകാലങ്ങളിൽ നമ്മൾ ഇവിടെ US തന്നെ നമുക്ക് സെൽഫോൺ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമ്മൾ വലിയ ഫോണൊക്കെ ഉപയോഗിച്ചാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വളരെ കോമണായി ഏറ്റവും കമ്പാറ്റബിളായിട്ടുള്ള സെൽഫോൺ ടെക്നോളജി ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം തെറ്റെന്നുള്ളതല്ല, കാലാകാലങ്ങളിൽ മാറുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അതാണ് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേരള കൺവെൻഷൻ നടന്നത് മോശമായി എന്നുള്ള രീതിയിലല്ല, എന്നാൽ കേരള കൺവെൻഷന് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം, കൂടുതൽ ഇത് അർത്ഥവത്താക്കാനായിട്ട് നിങ്ങൾക്ക് പാനലായിട്ട് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? എന്താണ് നിങ്ങളുടെ പാനലിന് അതിനെക്കുറിച്ചുള്ള ഒരു ദർശനം? താങ്ക് യു ജോഷുവ. തീർച്ചയായിട്ടും
ഞാനൊരു കാര്യം ഓർത്തു പോവുകയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഒരു 15 വയസ്സുള്ളപ്പം ഇവിടെ വന്നതാണ്. അപ്പം അതിനു മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു, ഒരു മൂവാണ്ടൻ മാവ്. ആ മാവിൽ നല്ല മാങ്ങ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ അതിലൊരു ഇത്തിൽക്കണ്ണി പടർന്ന് കയറി. അപ്പം ആ ഇത്തിൽക്കണ്ണികൾ പടർന്ന് കയറിയതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ വളരെ ഇല്ലാതായി. ഇപ്പോഴും ഞാൻ ഓർക്കും, നല്ലൊരു മാവായിരുന്നു, അത് മാങ്ങ ഇല്ലാതായിപ്പോയി. ഈ ഫോമ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനയാണ്. നമ്മൾ ഇതിൻ്റെ ഫലങ്ങൾ നമ്മളുടെ പുതിയ ജനറേഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇതിനെ വേറൊരു ലെവലിലേക്ക് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്, നാട്ടിലെ കൺവെൻഷൻ നല്ലതാണോ ഇപ്പോഴത്തെ രീതിയിലെന്നാണ്. ഞാനിപ്പോൾ നാടിനെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളവിടെ ഇപ്പം ഈ ജനുവരിയിൽ ബേബിച്ചാൻ്റെ നേതൃത്വത്തിലൊരു കൺവെൻഷൻ നടത്തി. എൻ്റെ സ്ഥലമായ കോട്ടയത്ത് തന്നെയായിരുന്നു ആ കൺവെൻഷൻ നടത്തിയത്. വളരെ മനോഹരമായിട്ട്, വളരെ എന്താ പറയുന്ന, ഒരു വെള്ളവും വള്ളവും ഒക്കെയുള്ളൊരു സ്ഥലത്ത് നല്ല രീതിയിൽ, അദ്ദേഹം കോട്ടയംകാരനാണ്, അപ്പം അതുകൊണ്ടായിരിക്കും അവിടെ നടത്തി. എനിക്ക് വളരെ സന്തോഷമാണ്, നല്ല രീതിയിൽ തന്നെ നടത്തി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളവിടെ പോയി കുറച്ച് പൊളിറ്റീഷ്യൻസിനെയും ഒക്കെ കൊണ്ട് അവരെ ആദരിച്ച് അവരെ സ്റ്റേജിൽ കയറ്റി വെച്ച് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത്, അതല്ല, അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. ജോഷുവ ചോദിച്ച ഒരു ചോദ്യം വളരെ ശക്തമാണ്, നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്തിനാ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി മാത്രമല്ല, ഒരു ഫാമിലി കൺവെൻഷനായിട്ട് എല്ലാവരോടും പറയണം, എല്ലാവരെയും അറിയിച്ച് ഫാമിലി ആയിട്ട് നാട്ടിൽ പോയി നമ്മുടെ കുഞ്ഞുങ്ങളെയും ഫാമിലിയായിട്ട് ഒക്കെ പോയി, ഒരു റിസോർട്ട് മാത്രമല്ല, നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കടന്നു ചെല്ലണം. അവിടെയൊക്കെ ചെന്ന് നമ്മുടെ കൾച്ചർ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയിക്കാനും അവരെ കൊണ്ട് നടന്ന് അവരെ കാണിക്കാനും നമ്മുടെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലേക്കും അവരെ കൂടെ കൊണ്ട് നടത്താനും അറിയിക്കാനുമുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. വേറൊരു തലത്തിലേക്ക് നമ്മുടെ ഫോമായി ഉയർത്തണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നാട്ടിലെ മാത്രമല്ല, ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് റീസോഴ്സസ് നമുക്ക് ലഭിക്കും. നമ്മൾ അതൊന്നും പ്രയോജനപ്പെടുത്താതെ ഇരിക്കുകയാണ്. അതിനുവേണ്ടി വേണം നമ്മൾ ഇനിയും പ്രവർത്തിക്കാനുള്ള കാലം, ഇവിടെയും നാട്ടിലും എല്ലാം. അതുപോലെ നമുക്ക് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റും, ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ഇനിയും ഞങ്ങളുടെ ഈ പാനൽ ജയിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കർമ്മ പദ്ധതികളുണ്ട്, അത് നടപ്പാക്കും. താങ്ക് യു. പ്രദീപ് നായർ. ഹലോ, താങ്ക് യു മാത്യു ജോഷ. ഞാനിവിടെ 87-ലാണ്, എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഇവിടെ വരുന്നത്. ഇപ്പം മാത്യു ജോഷ ചോദിച്ച RVP ചോദിച്ച ക്വസ്റ്റ്യന്, കേരള കൺവെൻഷൻ എന്തുകൊണ്ട് നിങ്ങൾ ജയിച്ചു വന്നാൽ കേരള കൺവെൻഷൻ്റെ പ്രയോജനമെന്ത്, എന്തുകൊണ്ട് നമ്മൾ കേരളത്തിൽ കൺവെൻഷൻ നടത്തുന്നു? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനിച്ച നാടാണ്, ജനിച്ച നാട്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെ എല്ലാവരും വന്നത്. കേരളത്തിൽ സഹായം നിർദ്ധരായിട്ടുള്ളവരുണ്ട്, നമ്മുടെ ജില്ലകളിലുണ്ട്, നാട്ടിലുണ്ട്, നെയ്ബേഴ്സുണ്ട്. അങ്ങനെ കേരളത്തിലൊരു ബന്ധം ഫോം ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അത് നമ്മൾ ഈ ഭരണസമിതിയിൽ ഒരു വർഷം കഴിയുമ്പോൾ ചെയ്യുന്നതാണ് കേരള കൺവെൻഷൻ. അത് കേരളവുമായിട്ടുള്ള ബന്ധം നമ്മൾ എന്നും കീപ്പ് ചെയ്യുന്നു. നമ്മുടെ ഫാമിലി എവിടെയാണ്, നമ്മുടെ റിലേറ്റീവ്സ് നാട്ടിലാണ്, അവരുമായിട്ടൊരു ബന്ധമാണ്. നമ്മൾ നാട്ടിൽ ചെല്ലുമ്പം എല്ലാവരെയും കാണുന്നു, അവരെ എല്ലാവരും വിളിച്ച് നമ്മളൊരു കേരള കൺവെൻഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, എന്തിനും മന്ത്രിമാരെ വിളിക്കുന്നു, MLA-മാരെ വിളിക്കുന്നു. അവരുടെ ബന്ധം പുലർത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധം പുലർത്തിയല്ല നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം പോരുന്നുണ്ട്, വീട് അടച്ചു കിടക്കുവാണ്. പിന്നെ ചെല്ലുന്നോണെ ആ സ്വത്തുക്കൾ എവിടെ പോയി, ആരാണ് അവിടെ താമസിക്കുന്നത്, നമ്മൾ ഏൽപ്പിച്ച ആൾക്കാർ കയ്യേറുന്നു. അതിനുവേണ്ടി ഒരു ബന്ധം, കേരളത്തിലുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ് ഈ ടീം വോയിസ് ജയിച്ചു വന്നാൽ ഇപ്പം ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മുടെ കേരള കൺവെൻഷൻ നടത്തിയ കോട്ടയത്തായിരുന്നു. കേരള കൺവെൻഷൻ്റെ ചെയർ പീറ്റർ കുളങ്ങയാണ്. അതുപോലെ നമ്മുടെ പ്രസിഡന്റ് ബേബിക്കുള്. ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ അവർക്ക് പറ്റി. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ ചെയ്യും. നമ്മുടെ സ്വന്തം നാട്ടിൽ അത് ചെയ്യും. അത് പക്ഷേ ഇപ്പം ഇവിടെ കൺവെൻഷൻ നടത്തുന്നതുകൊണ്ട് ഈ നാട്ടിലുള്ള നമ്മുടെ ഫാമിലി കേരളക്കാരെ എല്ലാം വിളിച്ചൊരു ഫാമിലി കൺവെൻഷനായിട്ട് നടത്തണമെന്ന് ഞങ്ങൾക്ക് ടീം വോയിസിനൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ എല്ലാ സഹകരണത്തോടും നമ്മുടെ കേരളത്തിലെ കേരള കൺവെൻഷൻ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ടീം വോയിസ് ജയിച്ച് വരുന്നോണ്ടേ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഇപ്പം ചെയ്ത
ഈ പഴയ കാലങ്ങളിൽ ഫോം ചെയ്തതിനെക്കാട്ടും കൂടുതൽ ചെയ്യാൻ ടീം വോയിസിന് കഴിയും. ഞാനത് ഉറപ്പിച്ച് പറയുകയാണ്, ഊന്നിപ്പറയുവാണ്. ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ടീം വോയിസ് ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീം വോയിസിനെ നിങ്ങളെല്ലാവരും ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താഴ്മയായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രദീപ് നായർ. അടുത്ത ചോദ്യം ജനറൽ സെക്രട്ടറിമാരായിട്ട് മത്സരിക്കുന്ന പോൾ പി ജോസിനോടും അനൂസ് കറിയായോടുമാണ്. ആദ്യമായിട്ട് പോൾ പി ജോസിനോടാണ്. വോയിസ് ഓഫ് ഫോമയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പോൾ പി ജോസിനോട്. ഏതൊരു സംഘടനയിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഐക്യമില്ലായ്മയും ഉണ്ടാവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. ഫോമായിലും കാലാകാലങ്ങളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഫോമായുടെ ഈ ഒരു സ്ഥിതിയിൽ നിന്നും മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾ കാണുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അത് മറികടക്കാൻ നിങ്ങളുടെ പാനൽ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലേ? ഐക്യമില്ലായ്മയും അത് സ്വാഭാവികമാണ്. ആശയങ്ങൾ ഉണ്ടെങ്കിലേ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവൂ. ഇപ്പോൾ ഒരു കമ്മിറ്റി വേണ്ട, നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടില്ലേ? ഉണ്ടാവാം. പക്ഷെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ ആശയങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് അത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഉണ്ടാവണം. ഇല്ലേ? തീർച്ചയായിട്ടും ആ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ കേട്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ഒരു നേതൃത്വത്തിനുണ്ടാകേണ്ടത്. അതാണ് ടീം വോയിസ് ഓഫ് ഫോമയുടെ ആശയവും. നമ്മൾ നേതൃത്വത്തിൽ വരുവാണെങ്കിൽ ഈ നമ്മുടെ നാഷണൽ കമ്മിറ്റി, നമുക്കറിയാം നാഷണൽ കമ്മിറ്റി, RVP, അതിനുശേഷം അസോസിയേഷൻ്റെ പ്രസിഡന്റുമാർ, ഇവരൊക്കെയുമായിട്ട് ആശയ വിനിമയങ്ങൾ നടത്തി അവരോട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ അവരോട് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളെ കേട്ടതിന് ശേഷം അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു നേതൃത്വത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ടീം വോയിസ് ഫോമയുടെ നിഘണ്ടുവിൽ ഉള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്തിരിക്കും. വീണ്ടും ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതാണ് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ ഒരു നേതൃത്വത്തിൻ്റെ കടമയാണ്. അപ്പോൾ അതിന് വേണ്ടിയ കാര്യങ്ങൾ, അപ്പോൾ മുമ്പേ പറഞ്ഞത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എവിടെ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്, അത് ലോജിക്കാണ്. പക്ഷേ ആ അഭിപ്രായങ്ങളെ നമ്മൾ കേട്ടതിന് ശേഷം, അവയെ കണ്ടറിഞ്ഞ ശേഷം, അവയെ ഉൾക്കൊണ്ടതിന് ശേഷം അവയ്ക്ക് വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങളുടെ ടീം മുന്നോട്ട് പോകും. അതിന് വേണ്ടിയ എന്ത് രീതിയിലും ഏത് താഴേക്ക് പോകാൻ തക്കവണ്ണമായിട്ടാണെങ്കിലും ഞങ്ങൾ താഴേക്ക് പോയി ഇവരുടെ ആശയങ്ങൾ, ഇവരുടെ ജനങ്ങളുടെ വികാരങ്ങൾ കണ്ടറിഞ്ഞ ശേഷം ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. അതിലൂടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഒരു പരിധിവരെ തീർക്കുവാൻ സാധിക്കും എന്നുള്ളത് ആണ് ഞങ്ങളുടെ ആശയം. താങ്ക് യു പോൾ പി ജോസ്. ടീം പ്രോമിസിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അനൂസ് കറിയ. മാത്യു സാർ ചോദിച്ചത് സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടുമെന്നാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായി എടുക്കേണ്ട തീരുമാനങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് ആ അഭിപ്രായത്തിനെ സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ വേണ്ട ഒരു ഉത്തരമെന്ന് പറയുന്നത് അവസാനം ഇതൊരു വിദ്വേഷമോ ഒരു പ്രശ്നങ്ങളോ ആക്കി മുൻപോട്ട് കൊണ്ടുപോകാതെ രമ്യതയോടുകൂടി അവിടെ വെച്ച് പരിഹരിച്ച് ആ സംഘടനയ്ക്ക് ഒരു നേതൃത്വം കൊടുത്ത് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കും ഇവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീർക്കുക, അത് വെളിയിൽ കൊണ്ടുപോയി ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതെ അതിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും ഓരോ അഭിപ്രായങ്ങൾ ഏറ്റെടുക്കാതെ. നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് ഫോമയാണ്. ആ ഫോമയിൽ കുടുംബം, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുടുംബമാണ് അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി.
ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ അവർ പൂർണ്ണമായി അതിന് ഒരു തീരുമാനം എടുത്തു വേണം നാഷണൽ കമ്മിറ്റിയിലായാലും ജനറൽ ബോഡിയിലായാലും എവിടെ പോയാലും ഓരോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു, ഞാനിരിക്കുന്ന കമ്മിറ്റിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായിട്ട് രമ്യതയിൽ പ്രവർത്തിച്ചു പോകും എന്നുള്ള വിശ്വാസവും വിശ്വസ്തതയും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു. നമ്മൾ അവസാനത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന ടീം പ്രോമിസിൻ്റെ മാത്യു വർഗീസിനോടാണ്. പലപ്പോഴും ഫോമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നാഷണൽ കമ്മിറ്റിയെ സമയാധിഷ്ഠിതമായി അറിയിക്കുന്നില്ല. അവിടെ കൊണ്ടും തീരുന്നില്ല. നാഷണൽ കമ്മിറ്റി പലപ്പോഴും RVPമാർ അത് റീജനെ അറിയിക്കുന്നില്ല. റീജൻ അറിയാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുകൂടെ പറയാറുണ്ട് 100 അംഗസംഘടനകളൊക്കെ ചേർന്നതാണ് ഫോമായെന്ന്. പക്ഷേ ഈ സംഘടനകൾ പലപ്പോഴും ഡെലിഗേറ്റ്സിൻ്റെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ യാതൊരു വിധത്തിലും ഈ അംഗസംഘടനകൾ ഫോമയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന ഒരു പരാതി അഥവാ ആൾക്കാർക്ക് ഒരു പ്രയാസം മനസ്സിലുണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കുവാൻ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ പാനൽ എന്ത് വിഭാവനം ചെയ്യുന്നു? താങ്ക് യു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ RVP ജോഷുവ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണ് അടുത്ത കാലത്ത് ഫോമയിൽ സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഒരു സംഘടനയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതെങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ചിലരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സമയത്താണ് ഏതൊരു സംഘടനയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 40 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ കലാ സാംസ്കാരിക സാമുദായിക സംഘടനകളിലും മീഡിയ രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും ഈ സംഘടനയെ 2 വർഷം എല്ലാവരെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായ ധാരണയും പരിചയവും എനിക്കുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് വരെ ഒരു കറപുരളാത്ത കരങ്ങളുമായിട്ടാണ് ഞാൻ ഈ ഫോമയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. എനിക്ക് ഈ സ്ഥാനത്ത് വരണമെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് നാളുകൾക്ക് മുമ്പിൽ വരാമായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് പിൻനിരയിൽ നിന്നിട്ട് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യവുമായിട്ടാണ് ഞാൻ എൻ്റെ റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് വരുമ്പോൾ ഈ സ്ഥാനത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഒരു സംഘടനയെ എങ്ങനെ നയിക്കുമെന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് വരെ ഒരു സംഘടനയിലും ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾക്കാർക്കും അറിവുള്ളതില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ ഈ 5 പേരെ ഞാൻ തിരഞ്ഞെടുത്തതിന് വ്യക്തമായ ധാരണയുണ്ട്. വ്യക്തമായി ഞങ്ങൾ ഒരേ ആശയത്തോടും ഒരേ അഭിപ്രായത്തോടും ഒരേ കർമ്മപരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് വ്യക്തിപരമായ അജണ്ട ഇല്ല, ഞങ്ങൾക്ക് അധികാരമോഹവുമില്ല. പക്ഷേ അമേരിക്കൻ മലയാളികൾക്കും മലയാളി സമൂഹങ്ങൾക്കും അംഗസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ഒരു ആശയവിനിമയത്തോടുകൂടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോമ ആപ്പും ഫോമ ന്യൂസ് ലെറ്ററും സൂം കണക്റ്റും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അംഗസംഘടനകളിലേക്കും റീജിയനുകളിലേക്കും നാഷണൽ കമ്മിറ്റിയിലേക്കും ഫോമയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ പരിപാടികളും അതേ സമയം തന്നെ എത്തിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു 90% അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള എനിക്ക് വളരെ ദൃഢമായ നിശ്ചയമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഫോമയിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നുവെങ്കിൽ അതിന് ശക്തമായ ഒരു കമ്മിറ്റി വരണമെന്നുണ്ടെങ്കിൽ എത്ര സ്ഥാനങ്ങൾ അടുപ്പിച്ച് വഹിച്ചു എന്നുള്ളതല്ല, ആ സ്ഥാനങ്ങൾ വഹിച്ചപ്പോൾ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ടീം പ്രോമിസ് നയിക്കുന്ന ഈ ടീമിനെ നിങ്ങൾ വിനീതമായിട്ട് വോട്ടുകൾ തന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബിജു തോണിക്കടവിൽ, വോയിസ് ഓഫ് ഫോമയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബിജു തോണിക്കടവിൽ.
ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞല്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നാഷണൽ കമ്മിറ്റി പ്രോപ്പറായിട്ട് അറിയപ്പെടുന്നില്ല. നാഷണൽ കമ്മിറ്റി അതിൻ്റെ അകത്തെ RVPമാർ റീജിയൻ ലെവലിൽ അത് അറിയിക്കുന്നില്ല. റീജിയൻ ലെവലിൽ മാത്രമല്ല, നമ്മൾ 100ഓളം അംഗസംഘടനകളുടെ അംബ്രല്ല ഓർഗനൈസേഷനാണ് ഫോമ എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഫോമ പലപ്പോഴും 2 വർഷം കൂടുമ്പം ഒരു ഡെലിഗേറ്റ്സ് ലിസ്റ്റ് അയക്കുമ്പോൾ അത് മാത്രമാണ് അംഗസംഘടനകൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്. അല്ലാതെ അംഗസംഘടനകൾ പല ഫോമ ആക്ടിവിറ്റീസും പ്രോപ്പർലി ഇൻഫോംഡ് അല്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പാനൽ എന്ത് നിർദ്ദേശങ്ങളാണ് വിഭാവനം ചെയ്യുന്നത്? താങ്ക് യു ജോഷുവ. നല്ലൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ ഫോമയിൽ വന്ന അന്ന് മുതൽ, ഫോമ നാഷണൽ ലെവലിൽ ജോയിൻറ്റ് ട്രഷറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയ അന്ന് മുതൽ ഓരോ അംഗസംഘടനകളുടെയും പുതിയതായി വരുന്ന പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമായിട്ടുള്ള ബന്ധം ഞാൻ നിലനിർത്തി പോരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, നിങ്ങൾ അനുവദിച്ചാൽ, ദൈവം അനുവദിച്ചാൽ, തീർച്ചയായും ആ ബന്ധം തുടരുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ 6 പേരും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പരിചയമുള്ള ഞങ്ങൾ 6 പേരും എന്താണ് ചെയ്യേണ്ടത്, ഫോമ ബൈലോയിൽ ഊന്നിക്കൊണ്ട്, ഫോമയ്ക്ക് 3 കൗൺസിലുകളുണ്ട്, ആ കൗൺസിലുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എന്താണ് ഫോമയുടെ മുൻകാല നേതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ, മുൻകാലങ്ങളിൽ പാകപ്പിഴകളൊന്നും പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, എങ്കിൽ പോലും അവരുടെ അനുഭവ പരിചയത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ 100 അസോസിയേഷൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നാഷണൽ കമ്മിറ്റിയും RVPമാരും അടങ്ങുന്ന ഒരു നമ്മുടെ മെസ്സേജുകൾ പാസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴാണെങ്കിൽ വാട്സാപ്പ് ഉണ്ട്, അല്ലെ മറ്റ് ഇമെയിൽ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പുതിയ ജനറേഷൻ അനുവദിക്കുന്ന പല നൂതന സാങ്കേതിക വിദ്യകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫോമ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവുടെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവ പറഞ്ഞ് മനസ്സിലാക്കി ഒറ്റക്കെട്ടായി എടുക്കും. അത് നാഷണൽ കമ്മിറ്റിയിൽ കൊണ്ട് അവതരിപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അവരെ ശ്രമിക്കുവാനും മാറ്റേണ്ടവയെ മാറ്റുവാനും ഞങ്ങൾ ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ, അടിവരായിട്ട് പറയട്ടെ, അത് 100% അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അത് നടപ്പാക്കുന്ന കാര്യം മറ്റുള്ള സുഹൃത്തുക്കളെ അറിയിക്കുവാനും ആർക്കെന്തെങ്കിലും അത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഭാഗം അവരെ വിശദീകരിച്ച് മനസ്സിലാക്കി അവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടപ്പാക്കുന്നതിനും അവരെ അറിയിക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കും. അതിന് ഞങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായും എക്സിക്യൂട്ടീവ് എടുക്കുന്ന തീരുമാനങ്ങൾ പത്രമാധ്യമങ്ങൾ മുഖേനയല്ല നാഷണൽ കമ്മിറ്റിയോ RVPമാരോ അറിയേണ്ടത് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് റീജിയനിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അസോസിയേഷനും അറിയേണ്ടത് ആ രീതിയിലല്ല. കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ്, കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞത് അന്യോന്യമുള്ള സ്നേഹമാണ്. അന്യോന്യം വിട്ടുകൊടുക്കുവാനും അന്യോന്യം സ്നേഹിക്കുവാനും കഴിയുമെങ്കിൽ ഈ സംഘടന എന്ന് പറയുന്നത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള കൂടുതൽ ആൾക്കാരാൽ ആകർഷിക്കപ്പെടുന്ന ഒരു സംഘടനയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈഗോ മാറ്റിവെച്ച്, നമ്മുടെ വിട്ടുവീഴ്ചകളെ മാറ്റിവെച്ച്, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് അത് നഷ്ടപ്പെടുത്തുന്നത് ഫോമയാണ്. ഇല്ലാത്ത കഥകൾ ഉണ്ടായാൽ പുതിയതായി ഒരാൾ ചിന്തിക്കും ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അതിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഫോമയുടെ കണക്കുകൾ ഇന്ന് 3 CPAക്കാരാൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടാണ് ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും വളരെ സുതാര്യമായും സത്യസന്ധമായുമാണ് കണക്കുകൾ അവതരിപ്പിച്ചത്. ഒരു ട്രഷറർ എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ട് അത് പറയാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മൾ 9 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ബിജു തോണിക്കടവിൻ്റെ നേതൃത്വത്തിലുള്ള വോയിസ് ഓഫ് ഫോമ, മാത്യു വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം പ്രോമിസ്, ഈ 12 പേരും ഇവിടെ ഈ ഡിബേറ്റിൽ നമ്മളോട് വളരെ ചേർന്ന് സഹകരിച്ചു. തീർച്ചയായിട്ടും ഇവർ നല്ല ഒരു കയ്യടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? താങ്ക് യു വെരി മച്ച്. ഇത് ഞങ്ങൾ റീജിയണൽ കമ്മിറ്റിയായിട്ട് തീരുമാനിച്ച അവസരത്തിൽ റീജിയണൽ കമ്മിറ്റിയിൽ നിന്ന് 5 പേരുടെ ഒരു സബ് കമ്മിറ്റിയെ ഇതിനുവേണ്ടി നിയോഗിച്ചു. RVP മാത്യു ജോഷുവ, സെക്രട്ടറി മാത്യു K. ജോഷുവ, നാഷണൽ കമ്മിറ്റി മെമ്പർ ജോസ് വർഗീസ്, സീനിയർ ഫോമ ലീഡർ സജി എബ്രഹാം, ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ കൺവീനറായിട്ടിരിക്കുന്ന ബിജു ചാക്കോ.
ഈ 5 പേരുടെ ഒരു സബ് കമ്മിറ്റി ചേർന്നാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെയും നമ്മൾ കമ്പൈൽ ചെയ്ത് എടുത്തത്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ജോസ് വർഗീസിനെ, നാഷണൽ കമ്മിറ്റി മെമ്പർ ജോസ് വർഗീസിനെ ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് ഇതിനെ അറിയിക്കാനായിട്ട് ഞാൻ സാദരം സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള വോട്ട് ഓഫ് താങ്ക്സ് ഇതിന് പുറകെ വരുന്നതായിരിക്കും. എന്നാൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഫോമിയുടെ മുഖം, ഫോമിയുടെ ശബ്ദം, ഇങ്ങനെ 2 ടീം ഇന്ന് ഈ സ്നേഹപൂർവ്വം മുഖാമുഖം എന്ന പരിപാടിയിൽ സംബന്ധിച്ച് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഒരിക്കൽ ഒരു ഗ്രഹനാഥൻ തൻ്റെ വിലയേറിയ ക്ലോക്ക് നന്നാക്കുവാനായിട്ട് കൊടുത്തു. അത് നന്നാക്കിയ ശേഷം അത് റിപ്പയർ ചെയ്ത ആൾ അവിടെ ഒരു മാർക്ക് ഇട്ടു. അതിനെ വിറ്റ്നസ് മാർക്ക് എന്ന് സാക്ഷ്യപ്പെടുത്തി. എന്താണ് വിറ്റ്നസ് മാർക്ക് റെപ്രസെൻറ്റ്? ഇത് ഞാൻ റിപ്പയർ ചെയ്തിരിക്കുന്നു, എന്നിൽ ഇത് നിക്ഷിപ്തമായിരിക്കുന്നു. അടുത്ത് വരുന്നവർ ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക, ഇതിനെ വിലയിരുത്തുക, നിങ്ങൾക്ക് കുറച്ചുകൂടി സുതാര്യമായി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇതാണ് വിറ്റ്നസ് മാർക്ക്. 2026-28 കാലഘട്ടത്തിലേക്ക് വളരെ ശുഷ്കാന്തിയോട് കടന്നു വന്നിരിക്കുന്ന 2 പാനലുകളാണ് വോയിസും ടീം പ്രോമിസും വോയിസ് ഓഫ് ഫോമയും. ഇന്ന് ഈ മെട്രോ റീജിയൻ ന്യൂയോർക്ക് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ വളരെ ശുഷ്കാന്തിയോടെ, ഇപ്പം ഞങ്ങൾ ഒരു പക്ഷേ ആശയക്കുഴപ്പത്തിലാണ്, പ്രത്യേകിച്ച് ഡെലിഗേറ്റ്സ്. ഇതിലാരാണ്, ആരുടെ അഭിപ്രായങ്ങളാണ് വിലയേറിയതെന്നുള്ളത്. എന്നിരുന്നാലും ഇലക്ഷനല്ലേ, നിങ്ങളെല്ലാവരും ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് മെട്രോ റീജിയനായി ഏർപ്പെടുത്തിയ, ഒരുപക്ഷെ ഞാൻ പറയാം, ന്യൂയോർക്ക് മെട്രോ റീജിയൻ ന്യൂയോർക്ക് എംപയർ കൂടിയാൽ ബാക്ക് ബോൺ അല്ല, ഫോമയുടെ ബ്രെയിനായിട്ട് തന്നെ പോകും. ബാക്ക് ബോൺ ബിക്കം ബ്രെയിൻ അല്ലേ. ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ കാണിച്ച മനസ്സിനെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിന് നിങ്ങളുടെ നന്ദി സ്നേഹവും ഫോമ മെട്രോ റീജിയൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. കടന്നു പോകുന്ന നിമിഷങ്ങൾ നമുക്ക് നഷ്ടമെന്ന് തോന്നാതെ പുതിയ സമയങ്ങളിൽ നമുക്ക് ഫലപ്രദമായ പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് അവയെ ഓർത്ത് സന്തോഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.